നമ്മളെല്ലാം ഭയന്നിരുന്ന ഒരു സംഭവത്തിലുള്ള ഒരു ആശ്വാസം രേഖപ്പെടുത്തണം. കാരണം നമുക്ക് ഇവിടെ ഈ കിലോ കണക്കിന് MDMA കടത്തിക്കൊണ്ടിരുന്ന ഒരു ഡൽഹിയിൽ താമസിക്കുന്ന ഒരുത്തരുണ്ട്. നൈജീരിയക്കാരനാണ് കേട്ടോ. അഗ്ബഡോ അസൂഖ സോളമൻ എന്നാണ് അയാളുടെ പേര്. 29 വയസ്സേ ഉള്ളൂ. വളരെ വികൃത രൂപമാണ് കണ്ടു കഴിഞ്ഞാൽ. മുടിയൊക്കെ ഇങ്ങനെ വളർത്തി ഇങ്ങനെ താഴോട്ട് ഇതൊക്കെ ഇട്ടേക്കാണ് കേട്ട്. അങ്ങനെയുള്ള ഒരുത്തനാണ് അത്. ഈ അഗ്ബഡ അസൂഖ സോളമനെ വളരെ കഷ്ടപ്പെട്ടാണ് ഈ നൈജീരിയൻ സ്വദേശിയായ ഇയാളെ അറസ്റ്റ് ചെയ്തത് ഇരവിപുരം പോലീസാണ്. അപ്പൊ അതിനുള്ള ഒരു പശ്ചാത്തലം ഒരുക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇരവിപുരത്ത് 4 ചെറുപ്പക്കാരെ 90 ഗ്രാം MDMA ആയിട്ട് പിടികൂടി. അപ്പോൾ അത് ഇപ്പോൾ യഥാർത്ഥത്തിൽ വലിയൊരു ഡ്രൈവ് നടക്കുകയാണ്. മയക്കുമരുന്നിനെതിരെയുള്ള ഒരു വലിയ ഡ്രൈവ് നടക്കുകയാണ്. അങ്ങനെ പിടികൂടി കഴിഞ്ഞപ്പോൾ ആ ഇരവിപുരത്ത് നിന്ന് പിടികൂടിയോ ഇത് എവിടെ നിന്നാണ് കൊണ്ടുവരുന്നതെന്നായി. അപ്പോൾ അത് ഡൽഹിയിൽ നിന്ന് ബാംഗ്ലൂർ വഴിയാണ് ഇവർ കൊണ്ടുവരുന്നത്. അപ്പം ഡൽഹിയിൽ നിന്ന് എവിടെ നിന്നാണെന്നുള്ളതായി. അപ്പോൾ അതിൻ്റെ മൊത്ത കച്ചവടക്കാരൻ, ഇന്ത്യയിൽ തന്നെ മൊത്ത കച്ചവടം നടത്തുന്നവരാണ് ഈ അഗ്ബഡെ അസൂഖ സോളമൻ എന്ന് പറയുന്നത് ആള്. അപ്പോൾ അവനെ പോയി പിടിക്കണമെങ്കിൽ എളുപ്പമൊന്നും പറ്റുകയില്ല. അപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ ഒരു ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു കേട്ടോ, ഒരു സ്പെഷ്യൽ ടീമിനെ. അത് ഇരവിപുരം SHOയുടെ നേതൃത്വത്തിലുള്ള ഒരു ടീമാണ്. അവരെ ഡൽഹി പോയി ഇവരെ കൊണ്ടുവരാനായിട്ട് വേണം. അപ്പോൾ ഈ 4 ചെറുപ്പക്കാരെ പിടിക്കപ്പെട്ടതിൽ ഒരുത്തൻ്റെ പേര് ഫൈസൽ എന്നാണ്. ആ ഫൈസലിനെയും കൂടെ ഇവർ വിളിച്ചു, ഈ ടീമിലേക്ക് കൊണ്ടുപോയി, ഡൽഹിയിൽ കൊണ്ടുപോയി. കാരണം അവനെ ഈ കോണ്ടാക്ട്സ് അല്ലെങ്കിൽ ഇവർ ഇടപെടത്തില്ല. അപ്പൊ ഈ ഡയറക്റ്റ് കോണ്ടാക്ട് ഉള്ളവരെ വഴി മാത്രമേ അവർ ഡീൽ ചെയ്യുള്ളൂ. അതാണ്, അത്രത്തോളം അവർ വളരെ വിദഗ്ധമായിട്ടാണ് ഈ കച്ചവടം നടത്തുന്നത്. അപ്പൊ ഈ നൈജീരിയൻ സ്വദേശിയെ കിട്ടണമെങ്കിൽ ഈ ടീമിലുള്ള ഒരുത്തം വേണം, എന്നാലേ പറ്റൂ. കാരണം അവന് ഡയറക്റ്റ് ഇടപാട് ഇവനുമായിട്ടുണ്ട്. അപ്പൊ അവിടെ വേണം. അപ്പോ ഇവിടുന്ന് ഇവനെ കൂടെ കൊണ്ടുപോയി. വളരെ റിസ്ക് എടുത്താണ്. കാരണം ഇത് യവന്മാരെങ്ങനെ അറിയിച്ചു കഴിഞ്ഞാൽ ഇവരെ അവർ കൊന്നുകളയും. ആ രീതിയിൽ പറ്റുന്നതാണ്. എന്നാലും അവർ പോയി, രണ്ടും കൽപ്പിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഈ ഫൈസലിനെ കൊണ്ട് അവനെ വിളിപ്പിച്ചിട്ട് ഇതുപോലെ സാധനം വേണം. അപ്പം ശരി, അതിന് പണം, അതിൻ്റെ ഇടപാടൊക്കെ പറഞ്ഞു. പണമായിട്ടാണ് കൊടുക്കേണ്ടത്, ക്യാഷായിട്ടാണ് കൊടുക്കേണ്ടത്. അല്ലാതെ വേറെ മാർഗം ഒക്കത്തില്ലല്ലോ. മയക്കുമരുന്നിനൊക്കെ ക്യാഷായിട്ട് തന്നെ കൊടുക്കണം, അല്ലാതെ കാർഡ് കൊടുക്കാനൊന്നും മാർഗമില്ല. ശരി, അത് പണം കൊണ്ടുവരാം എന്ന് ഇവനെ കൊണ്ട് പറയിച്ചു. അതിൻ്റെ സ്ഥലം എവിടെ എത്തിക്കണം എന്നുള്ളത് കൂടെ പറയാനായിട്ട് പറഞ്ഞു കൊടുത്തു. സ്ഥലമൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ സ്ഥലമൊക്കെ ഇവർ നേരത്തെ മനസ്സിലാക്കിയിട്ട് പോലീസ് അതിന് വേണ്ട ആ ഒരു സന്നാഹങ്ങളൊക്കെ ഒരുക്കി ഇവനെ കാത്തിരുന്നു. അങ്ങനെ ഈ അഗ്ബഡ അസൂഖ സോളമൻ ഈ MDMA ആയിട്ട് ഈ പറയുന്ന സ്ഥലത്ത് വന്ന് അത് ഹാൻഡ് ഓവർ ചെയ്തു. എന്നിട്ട് ഇതിൻ്റെ പണം എണ്ണി തിട്ടപ്പെടുത്തി പോകണം. പണമൊക്കെ എണ്ണി നോക്കി വാങ്ങിക്കൊണ്ടു. എണ്ണിക്കൊണ്ടിരുന്നപ്പോൾ അയാളെ പോലീസ് പിടിച്ചു. ഇവർ പിടികൂടിയിട്ട് ഇവനെ അവിടെ കോടതി ഹാജരാക്കി. അവിടുന്ന് ട്രാൻസിറ്റ് വാറണ്ട് വാങ്ങി ഡൽഹിയിൽ നിന്ന് കൊണ്ടുവരാനായിട്ട്. അങ്ങനെ ട്രാൻസിറ്റ് വാറണ്ടായിട്ട് ഇവനെ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഇവൻ കൊടുത്തേക്കുന്ന പല സ്ഥലങ്ങളിലും കേസുകളിലുണ്ട്. ഇവൻ പ്രതിയാണ്. ഇവനെ ഡൽഹി പോലീസ് പല പ്രാവശ്യം പിടികൂടിയിട്ടുണ്ട്. പിന്നെ എങ്ങനെ പോയി എന്നുള്ളത് നമ്മൾ പറയാതിരിക്കുന്നതായിരിക്കുമല്ലോ നല്ലത്. നന്നായിട്ട് അവരെ പിടികൂടി ഇവനെ പിടികൂടിയിട്ടുണ്ട്. ഡൽഹി പോലീസ് പല പ്രാവശ്യം അവനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് ഇവൻ എങ്ങനെ ഇപ്പോൾ വെളിയിറങ്ങി നടക്കുന്നു? ഇത്രയും വലിയ മയക്കുമരുന്നിന്റെ MDMAയുടെ മൊത്ത കച്ചവടക്കാരൻ പല പ്രാവശ്യം ഡൽഹി പോലീസ് പിടിച്ചിട്ടും ഇപ്പോഴും അവൻ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അപ്പോൾ അതിൻ്റെ പുറകിൽ ഏതൊക്കെ ആളുകളുണ്ട്, ഏതൊക്കെ വിധത്തിലാണ് ആ കച്ചവട ഇടപാട് നടന്നേക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നു. ഈ രീതിയിലുള്ള കാഴ്ചപ്പാടാണ് ഇപ്പോൾ പോലീസുകാർ പോലും പല സ്ഥലങ്ങളിലുള്ളത്. പക്ഷേ നമ്മുടെ കേരള പോലീസ് ഈ മയക്കുമരുന്നിനെ സംബന്ധിച്ചിടത്തോളം അവർ വേറിട്ട ഒരു രീതിയിലാണ്. അവരെങ്ങനെയെങ്കിലും ഈ കേരളത്തെ രക്ഷപ്പെടുത്തണം എന്നുള്ള രീതിയിൽ പോലീസ് ഇപ്പോൾ ഇതിന് മുന്നിട്ടിറങ്ങുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവനെ പിടികൂടാൻ പറ്റിയത്. ഇനി അത് മാത്രമല്ല, ഈ അന്വേഷണത്തിൽ വെളിവായത് ഈ 4 ചെറുപ്പക്കാരെ ഇരവിപുരത്ത് നിന്ന് പിടിച്ചില്ലേ,
പിടിച്ചപ്പോഴാണ് മനസ്സിലായത് ബാംഗ്ലൂരിൽ നിന്ന്, അതായത് ഇവിടെ കേരളത്തിൽ ഒരു മൊത്തക്കച്ചവടക്കാരിയുണ്ട്. കേരളത്തിലല്ല, തിരുവനന്തപുരം ജില്ലയിൽ, തിരുവനന്തപുരം കൊല്ലം ജില്ലയിൽ, തിരുവനന്തപുരം കൊല്ലം ജില്ലയിൽ ഒരു മൊത്തക്കച്ചവടക്കാരിയുണ്ട്, അനില രവീന്ദ്രൻ. അവളെ അറസ്റ്റ് ചെയ്തു. കൊച്ചു പെണ്ണാണ്, കൊച്ചു പെൺകുട്ടിയാണ്. അതിനെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തപ്പോ അതിനെ MDMA കണ്ടെടുത്ത് എവിടെ നിന്നാണെന്ന് ഞാൻ പറയുന്നില്ല. അതിന്റെ ശരീരഭാഗത്ത് ഒരിടത്ത് ഒളിപ്പിച്ചു വെച്ചേക്കായിരുന്നു MDMA. ഇതിപ്പോ സാധാരണഗതിയില് ഈ ഇങ്ങനെയുള്ള സാധനങ്ങളും അതേപോലെ സ്വർണമൊക്കെ മലദ്വാരത്തിൽ ഒളിപ്പിച്ചു വെച്ച് കൊണ്ടുവരുന്നത് നമ്മൾക്ക് കേൾക്കാൻ പറ്റും. പക്ഷേ ഇതേപോലുള്ള ഭാഗത്ത് ഇത് ഒളിപ്പിച്ചു കൊണ്ടുവരുന്നത് നമ്മൾ കേട്ടിട്ടില്ല. പക്ഷേ അനില രവീന്ദ്രൻ ചെയ്ത പണി അതാണ്. ഏതായാലും പിടികൂടിയിട്ടുണ്ട്. അവളെ പിടികൂടി അറസ്റ്റ് ചെയ്തു. അതുമൂലം ഇനി പല ആളുകളും ഇതിൽ കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ ഈ അക്ബറെ ബസൂക്ക സോളമൻ അവനെ ശരിയായ രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യണം. പക്ഷെ ക്വസ്റ്റ്യൻ ചെയ്താലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അവനൊന്നും ഒന്നും പറയത്തില്ല. കാരണം അവനൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിലാണ് ട്രെയിൻഡ് ആണ്. അവര് സെൽഫ് ട്രെയിൻഡ് ആണ്. അവനൊക്കെ സ്വന്തമായിട്ട് തന്നെ ട്രെയിൻ ചെയ്ത് പോയേക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതൊന്നും എളുപ്പമായിട്ട് ഉള്ള ഒരു കാര്യമല്ല. എന്നാലും ഒരു വലിയ മൈൽ സ്റ്റോൺ ആണ് കേരള പോലീസ് കവർ ചെയ്തത്, അവർ റീച്ച് ചെയ്തത്. ഇതുപോലുള്ള ഈ മൊത്തക്കച്ചവടക്കാരനെ അവർക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റി. ഇനി അവൻ ജയിലിൽ നിന്ന് വെളിയിൽ ഇറങ്ങരുത്, അങ്ങനെ നോക്കണം. അവന്റെ ഇത് വലിയ ക്വാണ്ടിറ്റി അവിടുന്ന് കണ്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവനെ MDMA കണ്ടെടുത്തിട്ടുണ്ട്. ഇവൻ ഇവിടെ എവിടെയൊക്കെ കൊടുത്തേക്കുന്നു അതെല്ലാം ആ മൊത്തക്കച്ചവടക്കാരൻ കൊടുത്തേക്കുന്ന ആളുകളെ, ഈ 90 ഗ്രാം എന്ന് പറയുന്നത് ഇവൻ തന്നെ കൊടുത്ത സപ്ലൈ ചെയ്ത സാധനമാണ്. അപ്പോ ആ കേസിൽ എന്തായാലും അത് ലാർജ് ക്വാണ്ടിറ്റിയാണ്. അപ്പൊ അത് വെച്ചുകൊണ്ട് തന്നെ ഇവനെ അതിനകത്ത് കുരുക്കാൻ പറ്റും. എന്തായാലും 20 വർഷത്തേക്ക് അദ്ദേഹത്തിന് ഈ ജയിൽവാസം കിട്ടാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. പുറത്തോട്ട് ഇറങ്ങുകയല്ല. അങ്ങനെ ഇറങ്ങരുത്. ഇവനൊക്കെ അവിടെ കിടന്ന് ഒടുങ്ങണം. കാരണം ഈ മനുഷ്യന്റെ ജീവനുണ്ടല്ലോ വിറ്റാണ്. ഇവനൊക്കെ കാരണം എത്ര നിരപരാധികൾ കൊല്ലപ്പെടുന്നെന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. ഓരോരുത്തന്മാർ ഇതും കഴിച്ചിട്ട് അവന്റെ ഉമ്മായുടെ കഴുത്തെടുത്ത് കൊല്ലുന്നു. വേറെ ഒരുത്തൻ ഉമ്മായ കിട്ടാത്തത് കൊണ്ട് അവൻ ചെയ്ത് അവന്റെ ഭാര്യയെ കുത്തി കൊല്ലുന്നു. പിന്നെ കണ്ടവരെ എല്ലാം വെട്ടുന്നു. അതായത് കുറുവാള് വലിയ വാക്കത്തി ഉപയോഗിച്ച് മൂളിച്ചുകൊണ്ട് വാക്കത്തി ഉപയോഗിച്ച് കഴുത്തിന് വെട്ടുകയാണ്. അത് വേറൊരുത്തനാണെങ്കിൽ ഉണ്ടല്ലോ, ഒരു ഉമ്മായും വാപ്പായും അവര് കരഞ്ഞുകൊണ്ട് പറയുന്ന കാര്യം ഒന്ന് കേൾക്കണം കേട്ടോ. ഞാനത് കേട്ടതാണ്. അപ്പൊ അവർക്ക് വേണ്ട ഇനി അവനെ. ഒറ്റ മോനാണ്. അവർക്ക് വേണ്ട ഇനി അവനെ. കാരണം വേണ്ടാന്ന് പറയാൻ കാര്യം, ഈ തന്റെ അവൻ ഇന്നാളെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ചു. കുത്തി ഭാഗ്യത്തിന് അയാളെ രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞിപ്പോ അവന്റെ ഉമ്മായെ അവൻ ചെയ്ത പണി എന്ന് പറഞ്ഞാൽ കൈക്ക് അവര് കത്തി കയറി പിടിച്ചു. അവരെ വായിട്ടത്ത് കുത്താൻ നേരത്ത് അതിൽ കയറി പിടിച്ചു. അവരുടെ കൈ ഇങ്ങനെ ഉണ്ടല്ലോ പിളർന്നിരിക്കുകയാണ് രണ്ടായിട്ട്. ആ രീതിയിലുള്ള ഒരു വലിയ മുറിവ്. ആ മുറിവ് ഉണങ്ങിയിട്ട് പോലും ആ വിടവ് കൂടിയിട്ടില്ല. അത് കഴിഞ്ഞ് ചെയ്തെന്താ, അവരുടെ കഴുത്തിന്റെ പിൻഭാഗത്ത് അവൻ വെട്ടിയിട്ട് അവിടെ ആ മുറിവുണ്ടല്ലോ, തുറന്നിരിക്കുന്ന മുറിവ് അത് കാണിച്ചിട്ടുണ്ട്. അത് കരിഞ്ഞിട്ടും അതിന്റെ ആ പാട് അത്രത്തോളം വലിയൊരു പാടാണ് കിടക്കുന്നത്. അവര് പറഞ്ഞു ഇനി അവനെ വേണ്ട, ഞങ്ങൾക്ക് അവനെ വേണ്ട. അവരെ വീട്ടിൽ, കാരണം ഇവനെ ആ വീട്ടിൽ കയറ്റിയത് ഒരിക്കലും അത് പോലീസിന്റെ ഒരു ബാധ്യതയാണ്. ഇവൻ ഒരു കാരണവശാലും ഇവൻ ആ വീട്ടിൽ കയറരുത്. കാരണം ഈ അച്ഛനും അമ്മയ്ക്കും അവരിപ്പം ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ, അവർക്ക് ആകെ ഉണ്ടായിരുന്ന വീടാണ്. അവരത് വിറ്റിട്ട് അവര് ഒരു ഇതേപോലെ ഈ പ്രായമായ ആളുകളെ പരിപാലിക്കുന്ന ഒരു സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുക അവിടെ പോകാൻ. കാരണം ഇവന്റെ ശല്യം, ഈ വീടുണ്ടെങ്കിൽ വന്ന് കയറും, വീടില്ലെങ്കിൽ അവന് കയറാൻ പറ്റത്തില്ലല്ലോ. മാത്രമല്ല ഇവർക്ക് സെക്യൂരിറ്റിയും കിട്ടും. ഇവർ ഇതുപോലുള്ള ഏതെങ്കിലും അനാഥാലയം പോലുള്ള വൃദ്ധസദനത്തിൽ അവർ പോയാൽ ആ അച്ഛനും അമ്മയും, ഈ മകനുള്ള അച്ഛനും അമ്മയും ഉണ്ടല്ലോ, വാപ്പായും ഉമ്മായും, അവര് വൃദ്ധസദനത്തിലേക്ക് പോകാൻ പോവുകയാണ്. അവര് ഏതെങ്കിലും ഇത് വിറ്റിട്ട്. കാര്യം അവർക്ക് മാർഗമില്ല, ഇവനെ ഭയന്നാണ് ചെയ്യുന്നത്. അപ്പൊ ഏതായാലും ഈ പ്രധാന തലവനെ, അതായത് ഇതിന്റെ കച്ചവടക്കാരനെ പിടിച്ചതോടുകൂടി ഒരുപാട് ഇതൊന്ന് അമർച്ച ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ധാരണ നമുക്കുണ്ട്.
ഇനി ഇവരിത് കൊണ്ടുവരുമ്പോൾ ഈ വിദേശികളെ ഒരുപാട് പേരെ ചെക്ക് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ ഈ കേരളത്തിൽ തന്നെ ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ വിദേശികളെ താമസിപ്പിക്കുമല്ലോ, വളരെ ശ്രദ്ധിക്കണം. പോലീസിൽ അവർക്ക് കറക്റ്റായിട്ട് പോലീസ് റിപ്പോർട്ട് ചെയ്യാനുണ്ട്. ഇവർ വന്നാൽ ഇവരുടെ പരിശോധിക്കണം, ഇവരുടെ എല്ലാ ബിലോങ്ങിങ്സും നോക്കണം, ഇവരുടെ ഇടപാടുകളെല്ലാം നോക്കണം. അങ്ങനെ മാത്രമേ ഇവരെ ഹോം സ്റ്റേകളിലൊക്കെ താമസിപ്പിക്കാവൂ, ഇല്ലെങ്കിൽ അപകടമാണ്. ഏതായാലും അനില രവീന്ദ്രൻ, അതുപോലെ തന്നെ ഈ അക്ബഡോ അസൂക്ക സോളമൻ, ഇവരെയൊക്കെ പിടിച്ചത് കൊണ്ട് തന്നെ മൊത്തക്കച്ചവടക്കാർ കുറെ എണ്ണം അകത്തായിട്ടുണ്ട്. അതിൽ നിന്ന് ഒരല്പം ഭേദം നമുക്ക് കിട്ടും. മനുഷ്യനെ ഭ്രാന്തനാക്കുന്ന, മനുഷ്യ കുലത്തെ നശിപ്പിക്കുന്ന ഈ മനസ്സിൽ നിന്നും ഒന്ന് രക്ഷപ്പെടണം. എല്ലാവരും വിചാരിച്ചാലേ നടക്കും, സമൂഹവും വിചാരിക്കണം.